കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോമൺ ടാഗ്സ് ഇൻ HTML ആണ് പഠിച്ചത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഹെഡിങ് ടാഗ്സ് പഠിച്ചു, പാരഗ്രാഫ് ടാഗ്സ് എന്താണെന്ന് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്രേക്ക് ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ബ്രേക്ക് ടാഗ് എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ബ്രേക്ക് ടാഗ് എന്നുള്ളത് ഒരു empty ടാഗ് ആണെന്ന് ആദ്യം പറയുകയാണ്. നമുക്കറിയാം empty ടാഗ് എന്താണെന്നറിയാം. empty ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which contains an ഓപ്പണിംഗ് ടാഗ് ബട്ട് നോട്ട് ഹാവ് എ ക്ലോസിംഗ് ടാഗ്. അതായത് ഓപ്പൺ ചെയ്താൽ മതി, അത് ക്ലോസ് ചെയ്യണ്ട. നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എവിടെയാണ് ബ്രേക്ക് ടാഗ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഒരു കോഡ് എഴുതുന്നു, HTML തൊട്ട് എഴുതണമെങ്കിലും വർക്ക് ചെയ്യാൻ നമ്മളിപ്പം ഇവിടെ തൊട്ട് ബോഡി ടാഗ് തൊട്ട് എഴുതുകയാണ്. ഞാൻ അവിടെ ഒരു കളർ കൊടുത്തു, ടെക്സ്റ്റിന് ഒരു കളർ കൊടുക്കുകയാണ്. ഇനി എനിക്ക് എഴുതേണ്ടത് നമ്മുടെ സ്കൂളിന്റെ പേരാണ്. അടുത്ത ലൈനിൽ ഇങ്ങനെ കിട്ടണം. എനിക്ക് ഓരോ ലൈനിൽ സ്കൂളിന്റെ പേര്, എൻ്റെ അഡ്രസ്സ് കിട്ടണം. നമുക്ക് ബോഡി ടാഗ് കണ്ടെയ്നർ ടാഗ് ആയതുകൊണ്ട് ബോഡി ടാഗ് ക്ലോസ് ചെയ്യുക. സ്റ്റെപ്പ് അറിയാം, ഇത് സേവ് ചെയ്യണം. നമ്മൾ സേവസ് കൊടുത്തു. ഇതിൻ്റെ അകത്ത് ഒരു പേരിൽ സേവ് ചെയ്യുകയാണ്. .html അല്ലെങ്കിൽ .html എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ വേണം സേവ് ചെയ്യാൻ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് തന്നെ എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് അവിടുന്ന് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എക്സിക്യൂട്ട് ചെയ്തു. എക്സിക്യൂട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ കൊടുത്തതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ വന്നു. പക്ഷെ ഞാൻ ഈ ടെക്സ്റ്റ് എഡിറ്ററിൽ എഴുതിയത് സ്കൂളിൻ്റെ പേര് ഒരു ലൈനിൽ, എൻ്റെ അഡ്രസ്സുകൾ 2 ലൈനുകളിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയ. പക്ഷെ നമ്മൾ ഔട്ട്പുട്ട് നോക്കുക, ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് ഒറ്റ ലൈനിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത ലൈനിലേക്ക് പോകണമെങ്കിലും അവിടെയും നമ്മൾ കോഡ് എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ബ്രേക്ക് ടാഗ്. ഒരു അടുത്ത ലൈനിലേക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ബ്രേക്ക് ടാഗ് ആണ്. നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു ബ്രേക്ക് ടാഗ് empty ടാഗ് ആണ്, ഓപ്പൺ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി, ഇത് ക്ലോസ് ചെയ്യേണ്ട. പത്തനംതിട്ട കഴിഞ്ഞ് ബ്രേക്ക് ടാഗിന്റെ ആവശ്യമില്ല, കാരണം പത്തനംതിട്ട കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലൈൻ നമ്മൾ എഴുതുന്നില്ല. അതുകൊണ്ട് സേവ് ചെയ്യുക. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേന് അതിന്റെ വ്യത്യാസം മനസ്സിലായി. നോക്കുക, TMSHS കഴിഞ്ഞ് അടുത്ത ലൈനിൽ പോകാൻ ബ്രേക്ക് ടാഗ് യൂസ് ചെയ്തു, മല്ലപ്പള്ളി കഴിഞ്ഞ് അടുത്ത ലൈനിൽ പോകാൻ ബ്രേക്ക് ടാഗ് യൂസ് ചെയ്തു. അപ്പോൾ ബ്രേക്ക് ടാഗ് എന്താണെന്ന് മനസ്സിലായി. സോ ബ്രേക്ക് ടാഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരു നമുക്കൊരു ലൈനെ ബ്രേക്ക് ചെയ്യാനാണ്. ഒരു empty ടാഗ് ആണ്. എന്നിട്ട് അടുത്ത ലൈനിൽ സ്റ്റാർട്ട് ചെയ്യും. സോ ബ്രേക്ക് ടാഗ് ഈസ് യൂസ്ഡ് ഫോർ ബ്രേക്ക് ദ കറന്റ് ലൈൻ. ഇറ്റ് ഈസ് ആൻ empty ടാഗ്. ടാഗ് എന്താന്ന് പറഞ്ഞു, ഇറ്റ് ഹാസ് നോ എൻഡിങ്. അതായത് നമുക്കറിയാം ഓപ്പൺ ചെയ്താൽ മതി, അതിന് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ ഈ പി ടാഗ് എന്ന് പറഞ്ഞ പാരഗ്രാഫ് ടാഗ് നമ്മൾ പഠിച്ചു. അതിന്റെ മെയിൻ ആട്രിബ്യൂട്ട് അലൈൻ ആണ്. അതിന്റെ അലൈൻ്റെ വാല്യൂസ് ഓർക്കുന്നുണ്ടോ? ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, ജസ്റ്റിഫൈ. BR ടാഗ്, പി ടാഗും ബ്രേക്ക് ടാഗും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒരു ടേബിൾ പോലെ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ എഴുതി ഫില്ല് ചെയ്തിട്ട് തന്നെ അയക്കാൻ നോക്കുക. പി ടാഗ് കണ്ടെയ്നർ ടാഗ് ആണ്. BR ടാഗിന്റെ ഇവിടെ നമുക്കറിയാം empty ടാഗ് ആണ്. പി ടാഗിന്റെ അവിടെ നമ്മൾ ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാൻ അതിന്റെ ഇടയ്ക്ക് HTML ഓട്ടോമാറ്റിക്കലി ഒരു ലൈൻ ബ്രേക്ക് ചെയ്യും. ഇവിടെ ആണെങ്കിൽ ബ്രേക്ക് ടാഗ് യൂസ് ചെയ്യണം നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് HR ടാഗ്. HR എന്ന് സൂചിപ്പിക്കുന്നത് ഹൊറിസോണ്ടൽ റൂൾ എന്നാണ്. റൂൾ എന്ന് പറഞ്ഞാൽ ലൈൻ എന്നാണ്. നമുക്കറിയാം നമ്മൾ വരയിട്ട ബുക്കിന് റൂൾഡ് എന്നും വരയിടാത്ത അൺറൂൾഡ് എന്ന് പറയാം. ഇപ്പൊ റൂൾ എന്ന് പറഞ്ഞാൽ വരയാണ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനാണ്, ഇങ്ങനെ. നമുക്ക് ഇപ്പൊ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളതാണ് ഹൊറിസോണ്ടൽ, ഇങ്ങോട്ട് താഴോട്ടുള്ളത് വെർട്ടിക്കലാണ്. അപ്പം HR എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാനാണ് HR ടാഗ്. HR ടാഗിന്റെ ഒരു പ്രത്യേകത, HR ടാഗ് empty ടാഗ് ആണ്. സോ HR മീൻസ് ഹൊറിസോണ്ടൽ ലൈൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റൂൾ എന്നാണ്. ഈസ് ആൻ empty ടാഗ്. നമുക്ക് എന്താണ് HR ടാഗ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ നമുക്കിവിടെ മൈ സ്കൂൾ എന്ന് എഴുതി, മൈ സ്കൂൾ എന്ന് എഴുതി, അതിന് ഒരു ലൈൻ വേണം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടാഗ് HR ടാഗ്. HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം HR എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ റൂൾ എന്നാണ്. ഇപ്പൊ സ്കൂളും മൈ സ്കൂൾ എന്ന് എഴുതിയിട്ട് ഞാനിവിടെ HR ടാഗ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നോക്കുക, മൈ സ്കൂൾ കഴിഞ്ഞിട്ടതിന് ഹൊറിസോണ്ടലായിട്ട്, ഇതാ ഹൊറിസോണ്ടലായിട്ട് ഒരു ലൈൻ അവിടെ വന്നു.
നമുക്ക് ഇതിന്റെ ഈ HR ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു HR ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ റൂളിനാണ് ഇതൊരു എം ടി ടാഗ് ആണെന്ന് പറഞ്ഞു. ഇനി നോക്കുക ഇതിന്റെ മെയിൻ ആട്രിബ്യൂട്ട്സ് പറയാൻ പോവാണ്. ഇതിന്റെ മെയിൻ ആട്രിബ്യൂട്ട്സ് സൈസ്, വിഡ്ത്ത്. നമ്മൾ ഇതിന് പറയാൻ പോകുന്നത് സൈസ്, വിഡ്ത്ത്, അതുപോലെ തന്നെ നോ ഷെയ്ഡ്, അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, അത് അലൈൻ ആണ്. സോ HR ടാഗിന്റെ ആട്രിബ്യൂട്ടിന്റെ പേര് സൈസ്, വിഡ്ത്ത്, നോ ഷെയ്ഡ്, അലൈൻ. സൈസ്, വിഡ്ത്ത്, നോ ഷെയ്ഡ്, അലൈൻ. നമുക്ക് ആദ്യം ഒരു ഒരെണ്ണം കൂടെ ഉണ്ട്, നമുക്ക് കളർ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടും കൂടെ ഉണ്ട്. നമുക്ക് ഈ കളർ ആദ്യം നോക്കാം. നമുക്ക് ഇപ്പം നമ്മൾ കണ്ട ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിന്റെ നമുക്ക് നോക്കാം. ഇത് എക്സിക്യൂട്ട് ചെയ്തപ്പോഴത്തേന് ഈ ഒരു ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ലൈനിന്റെ കളർ റെഡ് ആക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ കോഡ് എഴുതും? HR-ന്റെ ആട്രിബ്യൂട്ട് ആണ്, ആട്രിബ്യൂട്ടിന്റെ പേര് കളർ എന്നാണ്. സോ കളർ ഈക്വൽസ് എങ്ങനെ കൊടുക്കും? റെഡ് എന്ന് കൊടുക്കും. ഓക്കെ, ഇതിനി സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേന് നോക്കുക, അതിന്റെ കളർ HR എന്ന് പറയുന്ന ടാഗിന്റെ കളർ അല്ലെങ്കിൽ HR എന്ന് പറയുന്ന ലൈനിന്റെ കളർ റെഡ് ആയി. ഓക്കെ, ഇതിന്റെ കളർ യെല്ലോ ആക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ കോഡ് കൊടുക്കും? HR കളർ ഈക്വൽസ് യെല്ലോ. സോ HR-ന്റെ ആദ്യത്തെ ആട്രിബ്യൂട്ട് നമ്മൾ പഠിച്ചു, അത് കളറാണ്. കളർ എന്ന് പറയുന്നത് നമുക്ക് എന്തിനാന്ന് മനസ്സിലായി. ആ ഹൊറിസോണ്ടൽ റൂൾ, ആ ലൈന് ഒരു കളർ കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ അവിടെ യെല്ലോ എന്ന് പറയുന്ന കളർ വന്നു. ഓക്കെ, ഇനി വേറെ ആട്രിബ്യൂട്ട്സ് നമ്മൾ പഠിക്കാൻ പോവാണ്. സൈസ്. സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിന്റെ തിക്നെസ്, കനമാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ വാല്യൂ കൊടുക്കുന്നത് പിക്സലിലാണ്. പിക്സൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അളവാണ്. മനസ്സിലായത്? നമുക്ക് ഇവിടെ നോക്കാം. നമ്മൾ ഈ കണ്ട ഈ ലൈനിന്റെ കനം നമുക്ക് കുറച്ചും കൂടെ കൂട്ടി കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് എഴുതും? നമ്മൾ ഇതിന്റെ കോഡിന്റെ അകത്ത് HR-ന്റെ ആട്രിബ്യൂട്ടാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ HR സൈസ് ഈക്വൽസ് ഒരു വാല്യൂ കൊടുക്കുക. ഞാനിപ്പം 12 എന്ന് കൊടുത്തു. ഓക്കെ, ഈ 12 എന്ന് പറയുന്ന ആ വാല്യൂ പിക്സലിലാണെന്ന് പറയുന്നത്. പിക്ചർ എലമെന്റ് എന്ന് പറയും, പിക്സലാണ് അതിന്റെ വാല്യൂ. അപ്പം 12 പിക്സൽ എന്നാ പറയുന്നത്, അതിന്റെ ആ കണക്കിന് പറയുന്ന പേര്. അപ്പം ഇതിന്റെ സൈസ് 12 ആക്കി, സേവ് ചെയ്തു. ഇത് കഴിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്തപ്പോഴത്തേന് നോക്കുക, അതിന്റെ സൈസ് ഇതാണ് 12 പിക്സൽ. അപ്പൊ നമ്മൾ സൈസ് കൂട്ടി കൊടുക്കുമ്പം ഈ ലൈൻ കൂടുതലായിട്ട് വരും. നമുക്ക് അത്രയും ലൈൻ ആവശ്യമില്ല. ഞാൻ അവിടെ ഒരു 5 എന്ന് കൊടുത്തു, സേവ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. നോക്കുക, അപ്പം മൈ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഒരു ലൈൻ വന്നു, അതിന്റെ കളർ യെല്ലോ ആയി. നമുക്ക് ഇത്രയും കൂടെ കുറഞ്ഞ ഒരു സൈസ് വേണം കൊടുക്കാൻ. ഞാൻ 2 എന്ന് കൊടുക്കുകയാണ്. സോ 2 കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേന് ഒരു ചെറിയ ലൈൻ. ഓക്കെ, നമുക്ക് ഇത്രയും മതി. അപ്പൊ നമ്മൾ ഇപ്പം പഠിച്ച ഏതൊക്കെ ആട്രിബ്യൂട്ട്? HR-ന്റെ നമ്മൾ പഠിച്ചത് കളർ എന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് സൈസ് എന്താണ്? സൈസ് സ്പെസിഫൈസ് തിക്നെസ്. സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ് ആണ്, ഒരു ലൈനിന്റെ കനമാണ്. അത് കൊടുക്കുന്ന അളവ് എന്താണ്? വാല്യൂ ഈസ് ഗിവൺ ഇൻ പിക്സൽസ്. ഓക്കെ, അടുത്ത വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ലൈൻ. അതിന്റെ ലൈൻ എത്ര വേണം എന്നുള്ളതാണ്. ഇതിന്റെ ലൈന് നമുക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് പെർസെൻറ്റേജിൽ കൊടുക്കാം, പിക്സലിലും കൊടുക്കാം. നമുക്ക് ഇവിടെ എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഈ ലൈൻ കണ്ടോ? ഈ ലൈന് ഇവിടം തൊട്ട് ഇവിടം വരെ എന്ന് പറഞ്ഞാൽ 100%, 100%. നമുക്കിത് പകുതി മതി, ഇവിടം വരെ മതി. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഈ ലൈൻ പകുതി മതിയെങ്കിൽ നമുക്ക് അതിന് കൊടുക്കേണ്ട വിഡ്ത്ത് എന്നുള്ളതാണ്. അപ്പം വിഡ്ത്ത് നമുക്ക് പറഞ്ഞു, നമുക്ക് പിക്സലിലും കൊടുക്കാം, പെർസെൻറ്റേജിലും കൊടുക്കാം. നമുക്ക് പെർസെൻറ്റേജ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാനിപ്പോൾ 50% എന്ന് കൊടുത്തു. 50% എന്ന് കൊടുത്തു. നമുക്ക് എങ്ങനെ കോഡ് എഴുതിയെന്ന് കണ്ടല്ലോ. HR-ന്റെ വിഡ്ത്ത് 50%. എന്നിട്ട് ഞാൻ സേവ് ചെയ്തു. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേന് നോക്കാം 50%. അപ്പൊ നമുക്ക് സാധാരണ രീതിയിൽ നോക്കിയാൽ ഇവിടെ നിന്നാണ് 50%, അങ്ങനല്ല. ഇത് സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് 25, ഇങ്ങോട്ട് 25, അങ്ങനെ 50% ആയി. 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇങ്ങോട്ടും ഇത്രയും വന്ന് നിൽക്കും. ഒരെണ്ണത്തിന് നടുക്ക് നിന്ന് 75% നിൽക്കും. അപ്പം വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ലൈൻ ആണ്, ഒരു പേജിന്റെ ലൈനിന്റെ ലെങ്ത് ആണ്. അതിന്റെ വാല്യൂ കൊടുക്കുന്നത് എങ്ങനെയാണ്? പിക്സലിലും കൊടുക്കാം, അതുപോലെ തന്നെ പെർസെൻറ്റേജിലും കൊടുക്കാം. അടുത്ത നോ ഷെയ്ഡ് ആണ്. നോ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന ലൈനിന് ഒരു ഷെയ്ഡ്, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഷെയ്ഡ് വേണോ വേണ്ടയോ എന്നുള്ളതാണ്. അപ്പം ഈ നോ ഷെയ്ഡിന് ശ്രദ്ധിക്കേണ്ട കാര്യം, നോ ഷെയ്ഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് വാല്യൂ ഇല്ല. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ ഇപ്പൊ എഴുതിയേക്കുന്ന ആട്രിബ്യൂട്ട് ഏതൊക്കെയാണ്? കളർ ഉണ്ടോ, ഈക്വൽസ് കഴിഞ്ഞൊരു വാല്യൂ ഉണ്ട്. സൈസ് ഈക്വൽസ് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ ഉണ്ട്. വിഡ്ത്ത് ഈക്വൽസ് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ ഉണ്ട്. എന്നാൽ നോ ഷെയ്ഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്
നോ ഷെയ്ഡ് എന്ന് മാത്രം എഴുതി കൊടുത്താൽ മതി, അതിന് വാല്യൂ ഇല്ല. പക്ഷെ നമുക്ക് സാധാരണ രീതിയിൽ അത് നോ ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മൾ കൊടുക്കുന്നതിന് ഒരു ഷെയ്ഡ് വേണോ വേണ്ടതെന്നാണ്. ഇതിൻ്റെ അത് നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മൾ പഠിച്ച ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? സൈസ്, സൈസ് സ്പെസിഫൈസ്. എന്താണ് സൈസ് എന്ന് പറഞ്ഞാൽ? എന്താണ് സൈസ് സ്പെസിഫൈസ് ദ തിക്നെസ് ഓഫ് ദ ലൈൻ. വാല്യൂ ഇസ് ഗിവൺ ഇൻ പിക്സൽ. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് സ്പെസിഫൈസ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ. വാല്യൂ ക്യാൻ ബി ഗിവൺ ഐദർ ഇൻ പെർസെൻറ്റേജ് ഓർ ഇൻ പിക്സൽ. അതുപോലെ തന്നെ കളർ, ലൈനിന് കളർ കൊടുക്കാൻ വേണ്ടിയാണ്. നോ ഷെയ്ഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ പ്രത്യേകത, നോ ഷെയ്ഡ് ആട്രിബ്യൂട്ട് ഹാസ് നോ വാല്യൂ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അത് നമ്മുടെ അലൈൻ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചേക്കുന്ന അലൈൻ. നമുക്കിത് ലെഫ്റ്റിൽ നിന്ന് അലൈൻ ചെയ്യണമെങ്കിൽ എങ്ങനെ എഴുതും? അലൈൻ ഈക്വൽസ് ലെഫ്റ്റ് എന്ന് എഴുതി. അലൈൻ ഈക്വൽസ് ലെഫ്റ്റ് എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ടത്തേന് സേവ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. നോക്കിയാൽ അറിയാം ഇത് ലെഫ്റ്റിൽ നിന്നാണ് അലൈൻ ചെയ്തേക്കുന്നത്. ഞാൻ എൻ്റെ വാല്യൂ അത്രയും സൈസ് കൂട്ടി കൊടുത്തേക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പം അലൈൻ ഈക്വൽസ് ലെഫ്റ്റ്. അലൈൻ്റെ വേറൊരു വാല്യൂസ് ഒക്കെ ഉണ്ട്. ആ വാല്യൂസ് നമുക്കറിയാം. ലെഫ്റ്റ്, പിന്നെ സെന്റർ, അതുപോലെ തന്നെ റൈറ്റ് ആണ്. ഓക്കെ, ഇതാണ് അലൈൻ്റെ വാല്യൂസ്. ഇത് സെൻട്രൽ നിന്നായിരിക്കും അലൈൻ ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ അകത്ത് വ്യത്യാസം നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മളിപ്പം പഠിച്ചത് ഈ HR ടാഗ് ആണ്. HR ടാഗിന് 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഒന്ന് കളറാണ്, പിന്നെ സൈസ് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, നോ ഷെയ്ഡ് ഉണ്ട്. ഈ 4 കൂടാതെ ഒരെണ്ണം കൂടെ ഉള്ളത് അലൈൻ ആണ്. അലൈൻ്റെ വാല്യൂസ് ലെഫ്റ്റ്, സെന്റർ, അല്ലെന്നുണ്ടെങ്കിൽ റൈറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് HR ടാഗ്. ഓക്കെ, അടുത്ത ടാഗ് സെന്റർ ടാഗ് ആണ്. സെന്റർ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സെന്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യത്തിൽ ഉള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു ഇമേജോ ടെക്സ്റ്റോ ടേബിളോ എന്ത് വേണം, സെന്റർ ടാഗിനുള്ളിൽ എന്ത് എഴുതിയാലും അത് സെന്ററിൽ വരും, ആ പേജിന്റെ സെന്ററിൽ വരും. ഇതൊരു കണ്ടെയ്നർ ടാഗ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യണം. നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ നോക്കാം. നമ്മുടെ ഇതിന് വർക്ക് ചെയ്തപ്പോൾ ഇതിന്റെ അലൈൻ വാല്യൂ അങ്ങ് മാറ്റുകയാണ്. ഓക്കെ, ഇത് വർക്ക് ചെയ്തപ്പോഴത്തേന് നിങ്ങൾ നോക്കിയാൽ അറിയാം മൈ സ്കൂൾ എന്നുള്ള എനിക്ക് സെന്ററിൽ വരണം. അപ്പൊ നമുക്ക് സെന്ററിൽ വരേണ്ട എന്താണ്? മൈ സ്കൂൾ. അപ്പൊ നമ്മൾ അത് എങ്ങനെയായിരിക്കും എഴുതുന്നത്? കോഡ് നമുക്കൊന്ന് നോക്കിയൊന്ന് പറയാമോ? മൈ സ്കൂൾ സെന്റർ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സെന്റർ എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യണം. സെന്റർ എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് എന്താണോ സെന്ററിൽ വരേണ്ടത് അത് എഴുതണം. സെന്ററിൽ വരേണ്ടത് എന്താണ്? മൈ സ്കൂൾ. അത് കഴിഞ്ഞത് കണ്ടെയ്നർ ടാഗ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? സെന്റർ ടാഗ് ക്ലോസ് ചെയ്യണം. ക്ലിയർ ആണോ? ഇപ്പൊ സെന്ററിൽ എന്ത് വരണോ അത് എഴുതുക. ഇപ്പൊ ഒരു ഇമേജ് സെന്ററിൽ വരണ്ടെങ്കിൽ നമ്മൾ സെന്റർ, പിന്നെ ഇവിടെ ഇമേജിന്റെ ഭാഗത്ത് നമ്മൾ പിന്നീട് പഠിക്കും. എന്നിട്ട് സെന്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് സെന്ററിൽ വരും. നമുക്കിവിടെ നോക്കാം. ഞാനിത് സേവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് തന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. എക്സിക്യൂട്ട് ചെയ്തിട്ട് നോക്കിക്ക് മൈ സ്കൂൾ എന്നുള്ള സെന്ററിൽ വന്നു. അപ്പൊ സെന്റർ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുക്കുന്ന ഇമേജോ ടെക്സ്റ്റോ ടേബിളോ എന്തായിക്കോട്ടെ അത് സെന്ററിൽ വരാൻ വേണ്ടിയാണ്, വിച്ച് ഈസ് എ കണ്ടെയ്നർ ടാഗ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ജസ്റ്റ് ഇത്രയും നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.